ഹായ് ഗൈസ്, അപ്പം നവോമി ക്രിയേറ്റീവ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇത് ഒരു 3/4 കിലോ പോത്തിൻ്റെ എല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അതിനകത്ത് ഇറച്ചിയും ഒക്കെ ഉണ്ട്. നല്ല എല്ലാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 50 ചെറിയ ഉള്ളി ഇതേപോലെ വൃത്തിയാക്കി കഴുകി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 10-25 വെളുത്തുള്ളി ഇതേപോലെ പൊളിച്ച് വൃത്തിയാക്കി എടുത്ത് വെച്ചതും ചേർത്ത് കൊടുക്കുവാണേ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 3 പച്ചമുളക് ഇതേപോലെ കീറിയിട്ടതാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇതേപോലെ കുത്തി അരിഞ്ഞ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു 2 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പില അതിനകത്തേക്ക് ഊരിയിട്ടതിന് ശേഷം ഞാൻ ആ കറിവേപ്പിലയുടെ തണ്ടില്ലേ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപ്പാണ്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 1.5 ലിറ്റർ വെള്ളം, നന്നായിട്ട് വെള്ളം വേണം കേട്ടോ, എന്നാലേ നമ്മുടെ സൂപ്പ് നല്ല സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു 1.5 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ. ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 8 വിസിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 8 വിസിൽ അടിക്കട്ടെ. അതിന് ശേഷം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 വിസിലും കൂടെ അടിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അതെല്ലാം സെറ്റാക്കി അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 8 വിസിൽ മീഡിയം ഫ്ലെയിമിൽ അടിക്കണം. ഒരു 5 വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ഈ എല്ല് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തേക്ക് ഒന്ന് കടുക് താളിച്ച് എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 10-20 ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഞാൻ നന്നായിട്ട് ചെറിയുള്ളി ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ ഗൈസ്, ഞാനുണ്ടല്ലോ ഈ പോത്തിൻ്റെ സൂപ്പ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പലരുടെ വീഡിയോ ഞാൻ ചെക്ക് ചെയ്ത്, ചിലരുടെയൊക്കെ വീഡിയോയുടെ തമ്പനയിൽ കാണുമ്പം ഗൈസ് ഉള്ളതാണോ എന്ന് ഞാൻ ഓർത്ത് പോകും കേട്ടോ. വീഡിയോ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ പലരുടെ വീഡിയോ കണ്ടു, അങ്ങനെ നല്ല നല്ല വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പോത്തിൻ്റെ സൂപ്പ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ചെറിയുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ മഴക്കാല സമയങ്ങളിലൊക്കെയാണ് സൂപ്പൊക്കെ കുടിക്കാനായിട്ട് നല്ലത് കേട്ടോ. നമ്മുടെ ശരീരത്തിനാണെങ്കിലും ഒത്തിരി നല്ലതാണ്. അപ്പം ഞാനിത് ഒരു വീഡിയോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. ഇച്ചിരി പോത്തിൻ്റെ എല്ലൊക്കെ കിട്ടിയപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് നല്ലൊരു മണമൊക്കെ ഒന്ന് വരണം കേട്ടോ. നന്നായിട്ട് മൂത്ത് നല്ല മണം വന്ന ഉള്ളിയൊക്കെ ഒന്ന് നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഗൈസ്, നമുക്കതിലേക്ക് നമ്മുടെ പോത്തിൻ്റെ എല്ലൊക്കെ വേവിച്ച് വെച്ചിട്ടില്ലേ, അതിൻ്റെ ഗ്രേവി വലിയ 2 സ്പൂണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗൈസ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് സെറ്റായിട്ട് വരണം കേട്ടോ. അടിപൊളിയായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ പോത്തിൻ്റെ സൂപ്പ്. അപ്പം നമുക്ക് ആടിൻ്റെ നമുക്ക് എല്ലൊക്കെ വെച്ചിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാനിതെല്ലാം മൂത്ത് വന്നപ്പോൾ അത് ഞാൻ പോത്തിൻ്റെ വേവിച്ച് വെച്ച എല്ലിനകത്തേക്ക് നമ്മുടെ ഗ്രേവി, പിന്നെ കടുക് താളിച്ചെല്ലാം ചേർത്ത് കൊടുത്ത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റായിട്ടുള്ള നല്ലൊരു പോത്തിൻ്റെ സൂപ്പാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അറിയാം, കഴിക്കാനായിട്ട് അതിലും പൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും. താങ്ക് യു.